ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ KCMMFന്റെ ടെക്നിക്കൽ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അതിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സിലബസ് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ഒക്കുപേഷണൽ ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഈ ടൈറ്റിലിൽ പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഫയർ, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഫസ്റ്റ് എയ്ഡ് ഫോർ ഇലക്ട്രിക് ഷോക്ക്, ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത്തെ ടോപ്പിക് കോമൺ ഹാൻഡ് ടൂൾ ആൻഡ് യൂസസ് ആണ്. ഈ ടൈറ്റിലിൽ പഠിക്കേണ്ടുന്നത് സ്പെസിഫിക്കേഷൻസ്, യൂസസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കോമൺലി യൂസ്ഡ് ഹാൻഡ് ടൂൾസ് ആണ്. നെക്സ്റ്റ് ബേസിക് ടേംസ് സച്ച് ആസ് ഇലക്ട്രിക് ചാർജസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, ബേസിക്സ് ഓഫ് AC ആൻഡ് DC ആണ്. ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടുന്നത് ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രിക് ചാർജസ്, its units, definition, potential difference, voltage, resistance, direct current, alternating current, various terms such as negative cycle, frequency, time period, RMS, peak, instantaneous value, type of wires and cables, standard wire gauge, Ohm's law, Kirchhoff's law. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിൽ പഠിക്കേണ്ടുന്നത് സ്പെസിഫിക്കേഷൻസ് ആൻഡ് യൂസസ് ഓഫ് കോമൺലി യൂസ്ഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് such as ammeter, voltmeter, multimeter, MC and MI meters. നെക്സ്റ്റ് ടോപ്പിക് സെൽസ് ആൻഡ് ബാറ്ററീസ് ആണ്. ഇതിൽ പഠിക്കേണ്ടുന്നത് കൺസ്ട്രക്ഷൻ, ടൈപ്പ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്, മെറ്റീരിയൽസ് യൂസ്ഡ്, സ്പെസിഫിക്കേഷൻ ഓഫ് സെൽസ് ആൻഡ് ബാറ്ററീസ്, AH capacity, series and parallel connection of batteries and purpose of such connections. Next topic active and passive electronic components. Resistors, type of resistors, their construction, specific use, color coding, power rating, equivalent resistance of series parallel circuits, distribution of V and I in series parallel circuits, principles of induction, inductive, reactance, type of inductors, construction, specifications, applications and energy storage concept, self and mutual induction, behavior of inductor at low and high frequencies, series and parallel combination, Q factor. ഇത് കൂടാതെ പഠിച്ചിരിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇംപെഡൻസ്, ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ്, construction, specification and applications, dielectric constant, significance of series parallel connections of capacitors, capacitor behavior with AC and DC, concept of time constant of a RC circuit, concept of resonance and its application in RC, RL and RLC series and parallel circuits, properties of magnets and their materials, preparation of artificial magnets, significance of electromagnetism, type of cores and transformers. നെക്സ്റ്റ് പഠിക്കേണ്ടുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്, കമ്പോണൻസ് ആസ് ഡയോഡ്സ് ആൻഡ് സിനേഴ്സ് എക്സെട്ര. ഇതിൽ പഠിക്കേണ്ടുന്നത് PN ജംഗ്ഷൻ, ഫോർവേഡ് ആൻഡ് റിസർവ് basing of diodes, interpretation of diode specifications, forward current and reverse voltage, rectifier configurations, half wave, full wave, bridge their efficiencies,
filter components, working principles of Zener diode, varactor diode, their specifications and applications, regulator power supply using 28XX series, 79XX series integrated circuits. Next, transistors integrated circuits. ഈ ടൈറ്റിലിൽ പഠിച്ചിരിക്കേണ്ടത് construction working of PNP and NPN transistors, purpose of E, B and C terminals, significance of alpha, beta and relationship of a transistor, biasing of transistor, transistor applications as switch and amplifier, transistor input and output characteristics, classification of amplifiers, RC coupled amplifier, voltage gain, feedback and its types, stable, monostable, bistable, multi-vibrator circuits using transistors. IC 555 functional description, WRT, different configuration of IC 555 such as monostable, stable, 1C741, OP, AMP circuit, inverting, non-inverting amplifiers, power electronics, sensors, transducers and applications, inverter, UPS, solar power. ഈ ടൈറ്റിലിൽ പഠിച്ചിരിക്കേണ്ടത് working of different power electronic components such as MOSFET, IGBT, SCR, TRIAC, DIAC and UJT. Sensors used in process industries such as RTDs, thermocouples, proximity, switches, that means inductive, capacitive and photoelectric, load cells, strain gauge, LVDT, PT100, platinum resistance sensor, water level sensor, thermostat, float switch, float valve. Then working principle of inverter, principle of operation, block diagram, power rating, changes over period, concept of uninterrupted power supply, type of UPS, offline UPS, online UPS, line interactive UPS and their comparison. Then solar energy as a renewable resource, materials used for solar cells, principle of conversion of solar light into electricity, basics of photovoltaic cells, module, panel and arrays. In a last section, digital electronics, computer fundamentals, communication fundamentals and microcontroller. ഇതിൽ പഠിക്കേണ്ടുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്, ലോജിക് ഫാമിലീസ് ആൻഡ് ദെയർ കമ്പാരിസൺ, ലോജിക് ലെവൽസ് ഓഫ് TTL and CMOS, number systems, that means decimal, binary, octal, hexadecimal, BCD code and code conversions, various logic gates and their truth tables, combinational logic circuits such as half adder, full adder, concept of encoder and decoder, multiplexer, DE multiplexer, SR latch, gated, HR latch, D latch, flip flop, basic RS flip flop, D flip flop, JK flip flop, T flip flop, master slave flip flops, basics of counters, types. Then components of desktop and motherboard, hardware and software, IO devices and their working, different type of printers, HDD, DVD, concept of internet, browsers, websites, search engines, email, network component like hub, ethernet, switch, router, NIC cards, connectors. Then radio, wave propagation, need for modulation, types of modulation, that means AM, FM, PM, digital communication, PCM, PWM, PPM, and last, differentiate microcontroller with microprocessor. 8051 microcontroller architecture, pin
ഡീറ്റെയിൽസ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.